ഹലോ, ഇന്നങ്ങനെ 9-ാം തീയതി രാവിലെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല മഴയാണ് കേട്ടോ. നാളെ അബിഗെയിലിൻ്റെ ബർത്ത്ഡേയുടെ കുറച്ചും കൂടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് മോങ്ക്ടെയിലെ ഡൗൺ ടൗൺ. ഇത് ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ ഇറങ്ങുവാണെങ്കിൽ അടിപൊളിയാണ് കാണാനായിട്ട്. ഇവിടെ വീക്കെൻഡ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ആ ടൈമിലൊക്കെയാണ് ഇവിടെ നൈറ്റിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇത് പുതിയ ബിൽഡിംഗ് നോക്കിയടാ. ഇതിപ്പോ ഒരുപാട്, അതായത് എന്ത് പെട്ടെന്നാ ഇത്ര പണി, പെട്ടെന്ന് പണി നടക്കണ്ട. ഒരുപാട് ബിൽഡിങ്സ് വരണം കേട്ടോ. ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ട്രാഫിക്കും കൂടി. ഇതൊക്കെ അപ്പാർട്ട്മെന്റാന്ന് തോന്നുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈസലിന്റെ വീട്ടിലേക്കാണ്. ഫൈസലിന്റെ വീട്ടിൽ നിന്ന് രശ്മിനെ പിക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഇന്ന് തൊട്ട് കാര്യങ്ങൾ പതുക്കെ തുടങ്ങിയാലാണല്ലോ നാളെ ക്യാമ്പിൽ സെറ്റ് ആവുള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എത്തും. ഇന്ന് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവരൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരും വരും. അപ്പോൾ ഫൈസലിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തിട്ടോ. ഇതാണ് ഫൈസലിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ആ രണ്ടാമത്തെ നിലയിലാണ് ഫൈസലൊക്കെ താമസിക്കുന്നത്. അത് ഇവിടെ ഒരു ഉണ്ടോ, അവർക്ക് അവിടെ നിന്ന് ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഈ പുഴയൊക്കെ കാണാം. നല്ല വ്യൂ ഉണ്ട്. നമുക്ക് അവിടെ ഇല്ല, നമുക്ക് റോട്ടിലേക്കാണ് വ്യൂ. ഇവർക്ക് നല്ല വ്യൂ ഉണ്ട് വൈകുന്നേരമൊക്കെ. ഈ മഴയത്ത് സൈക്കിൾ ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ ഇതാണ് ഫൈസലൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അവൻ്റെ വണ്ടി ഉണ്ടോ? അവൻ്റെ ഇട്ടില്ല. ഇതാണ് ഫൈസലിൻ്റെ വീട്ടിലേക്ക്. നല്ല മഴയാണ് കേട്ടോ. ഇവര് പാഴണ മഴ. അവിടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇതാണ് ഫൈസൽ. ഫൈസൽ, അത് രശ്മി. വരൂ വരൂ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് രശ്മിനെയും പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം കൊണ്ടുവരാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് സുബിൻ ഞങ്ങളെ വിളിച്ചത്. അവനും വീട്ടിലേക്ക് വരുന്നുണ്ട്, അവനെ പിക്ക് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ നേരെ ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് സുബിൻ്റെ വീട്ടിൽ പോയി അവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന് ഞങ്ങളെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയ ഡിസ്കഷനാണ് കേട്ടോ അത്. അവിടെ അബിഗെയിലും ശംഖുമാമനും കൂടെ രണ്ടുപേരും കൂടെ എന്തോ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് തീരുമാനം എടുക്കുന്നത്. എന്തായാലും അവരുടെ ഡിസ്കഷൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. പൂച്ചയുടെ മുമ്പിൽ വെട്ടിപ്പോയ എലിക്കുഞ്ഞില്ലേ, അതിൻ്റെ ഒരു അവസ്ഥയായിരുന്നു അബിഗെയിൽ ഇരിക്കണം കാണാൻ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളത് ഡെക്കറേഷനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടി തകൃതിയായിട്ടുള്ള പണിയായിട്ടാണ് നടക്കുന്നത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ കളർ കോഡ് വെച്ചിരുന്നത് ഗോൾഡനും റോസ് കോഡും വൈറ്റ് ആയിരുന്നു. പിന്നെ ആമസോണിൽ നിന്ന് മറ്റ് പമ്പ് മേടിച്ചുകൊണ്ട് തന്നെ ബലൂണൊക്കെ നമുക്ക് വീർപ്പിക്കാനൊക്കെ എളുപ്പമായിരുന്നു. ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഇത് ഫൈസലിൻ്റെ അവസാനത്തെ ഒരു മിനുക്കുപണികളാണ് കേട്ടോ. എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം അല്ലെങ്കിൽ വെക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വെളുപ്പിന് 3 മണിയായി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഉറക്കം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ ഉറങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആബിയാണ് കേട്ടോ, ബർത്ത്ഡേകളാണ് ആദ്യം എണീറ്റത്. അവളൊരു 6:30 ആയപ്പോഴത്തേക്ക് അവൾ എണീറ്റു. പിന്നെ ഞങ്ങളെല്ലാവരും എണീറ്റ വഴി തന്നെ അവൾ സുബിൻ മാമൻ്റെ കൂടെ കളിക്കണോട്ടെ കാണുന്നത്. അവരെ പുറത്ത് കയറിയുള്ള കളികളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് കിച്ചണിൽ വലിയ കുഴപ്പമുണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നാൽ ബീഫ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബീഫിലാട്ടോ തുടങ്ങിയത്. ഉള്ള സവാളയും കാര്യങ്ങളും പച്ചമുളക് അതൊക്കെ ഞങ്ങൾ തലേദിവസം തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിരുന്നു കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ബീഫും കായാണ് കേട്ടോ വെക്കുന്നത്. ഞങ്ങളുടെ പെരുമ്പാവൂർ എറണാകുളം സൈഡിലൊക്കെ കല്യാണങ്ങൾക്കും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ബീഫും കായും. അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടെ വെക്കുന്നത്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ബീഫും കായും ഇവിടെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് വെക്കാനുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സമയം ഉച്ചയാവാറായി, ഇനി പായസമൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ആബിദ് അതേക്കൂടെ കിണീറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയി. അവളന്ന് ഫുൾ ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം ഫുള്ളും. പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം, കുളിപ്പിക്കണം, അവൾക്ക് കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ കായൊക്കെ വെന്തു, അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ അരിയാണ് കേട്ടോ. ഞങ്ങൾ ജയയുടെ ഒരു അരിയാണ് മേടിച്ചത്. അത് ഞാൻ 12 മണിക്ക് അടുപ്പത്തിട്ടാണ്, പക്ഷേ ഇതുവരെ അത് വെന്തിട്ടില്ല. അങ്ങനെ ഒരു പണി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഹലോ, അപ്പം അങ്ങനെ ആബിയുടെ ബർത്ത്ഡേയുടെ ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ് കേട്ടോ. കോലം കെട്ടാൻ നിൽക്കണം എന്ന് വെച്ചാൽ രാവിലെ തൊട്ടല്ല, ഇന്നലെ വൈകുന്നേരം തൊട്ട് പണിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഡെക്കറേഷനൊക്കെ ഇന്നലെ ഫ്രണ്ട്സ് ഒരു 3-4 മണി വരെ വെളുപ്പിനോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ഡെക്കറേഷൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അവിടെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വിട്ടു എടുത്ത് വന്നവരെ ഉള്ളത്. പിന്നെ ഇനി കുറച്ച് ടേബിളൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, പിന്നെ കേക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളോടെ ഉള്ളൂ. അപ്പോൾ 6 മണിക്ക് ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:45 ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പേരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, നമ്മൾ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അധികം സ്പേഷ്യസ് അല്ല, എന്നാൽ അത്യാവശ്യം ഞങ്ങൾ ടേബിളൊക്കെ മാറ്റി കസേരയൊക്കെ നീക്കിയിട്ടപ്പോൾ അത്യാവശ്യം സ്ഥലമുണ്ട്. ഒരു 30 മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ലാസ്റ്റ് ഇനി പായസം കൂടെ ഉള്ളൂ. ബാക്കി എല്ലാ കറികളും ചോറുകളൊക്കെ സെറ്റായി. പിന്നെ പായസത്തിൻ്റെ പ്രിപ്പറേഷനാണ് ഞങ്ങൾ. അത് സേമിയ പായസമാണ് കേട്ടോ. ഏകദേശം ആവാറായി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഞാൻ കിസ്മിസും ക്യാഷും ഒക്കെ അവിടെ വറുത്ത് വെച്ചു. പിന്നെ ഇതോടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷായി ആബി ഉറങ്ങുക. അവളെ ഒന്ന് എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോഴത്തേക്കും ഫംഗ്ഷനൊക്കെ തുടങ്ങും. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഫ്രണ്ട്സൊക്കെ ഒരു 5:30-5:45 ആകുമ്പോഴത്തേക്കും വന്നു കൊടുക്കും കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇനി വഴിയേ കാണാം. ബർത്ത്ഡേകൾ ആബി ഉറക്കത്തിന് എണീറ്റുള്ളൂ. ഇപ്പോൾ അവളെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണം. അവളെ ഫുഡ് കൊടുത്തിട്ട് അവൾ കുറച്ച് വൈകിയാണ് കിടന്നത്. അപ്പോൾ എണീച്ചോളൂ 5:30. അപ്പോൾ ഇനി അവളും ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ച്. ഹലോ, അപ്പം അങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നു, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര മണിയായി? 7:15. 6 മണി എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ 7:15. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അവളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ വന്നിട്ട് ഞങ്ങൾ ചെയ്താണ് ചെയ്തത്. ഞങ്ങളുടെ കല്യാണം തൊട്ട് അവൾ ഉണ്ടായി. അവൾക്ക് ഈ 1 വയസ്സ് വരെയുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയത്, ജെൻഡർ റിവീൽ, അവൾ ഉണ്ടായത്, അവൾക്കുടെ ഓരോ മാസത്തെ ഫോട്ടോസ് എല്ലാം ഉണ്ട് കേട്ടോ. വലുതാകുമ്പോൾ അവൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്തു വെച്ചാണ് കേട്ടോ എല്ലാം. അങ്ങനെ അബികേൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ കേക്കാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ചെയ്തത്. ഞങ്ങളൊരു തീമൊക്കെ കാണിച്ചു കൊടുത്തു, അവൾ അതുപോലെ തന്നെ ചെയ്ത് തന്നിട്ടോ. അടിപൊളിയായിരുന്നു കേക്ക്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കൊച്ചിന് കേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ക്രീം ആയതുകൊണ്ട് ഞങ്ങൾ അധികം കൊടുത്തില്ല. അവൾക്ക് ആദ്യം ഒരു കഷ്ണം ഞാൻ കൊടുത്തു, പിന്നെ കുറച്ച് ക്രീമും കൊടുത്തു. അവൻ കൊടുത്തത് അവൾ കഴിച്ചില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവൾക്ക് മതിയായി എന്ന് തോന്നുന്നു, കാരണം നല്ല മധുരവും ക്രീമൊക്കെ ആയതുകൊണ്ട്.
ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം അബിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ എല്ലാം കൊണ്ടുവന്നു. ഞങ്ങൾ അവൾക്ക് വേണ്ടി 2 ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ മേടിച്ചതും അവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം. ആക്ച്വലി ഞങ്ങൾ ഈ ക്യാപ്പ് വെക്കാൻ മറന്നു പോയിട്ടോ, ഈ വണ്ണെന്ന് എഴുതിയിട്ടുള്ളത്. ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് വന്ന സമയത്ത് അവൾക്ക് വെച്ചു കൊടുത്തപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് മാറ്റി വെച്ചു. അതുകൊണ്ട് ഞങ്ങളിത് മറന്നുപോയി വെക്കാൻ കേക്ക് മുറിച്ചപ്പോൾ. ഇപ്പോൾ അവൾക്കത് വെച്ചു കൊടുത്തപ്പോൾ അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അവൾ ഫോട്ടോ എടുക്കാനായിട്ട് അത് വെച്ച് നിന്ന് തന്നു ഞങ്ങൾക്ക്. കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞിട്ട് അവളത് ഊരിക്കളഞ്ഞു. ആപ്പ് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആപ്പിയുടെ. പിന്നെ കേക്ക് എല്ലാവർക്കും സെർവ് ചെയ്തു. എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വാനില പ്ലസ് റെഡ് വെൽവെറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുറച്ച് നേരം പുറത്തേക്ക് ബാൽക്കണിയിലേക്ക്, കാരണം അകത്ത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒന്നാമത് കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു ചൂടും പിന്നെ ടെമ്പറേച്ചറൊക്കെ ആണെങ്കിലും 25 സംതിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ പുറത്തേക്ക് കസേര ഇട്ടിരുന്നു ബാൽക്കണിയിലേക്ക്. ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കഴിച്ച് എല്ലാവരും കഴിഞ്ഞിട്ടില്ല. കേക്ക് കഴിക്കലെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഫുഡാണ് കേട്ടോ അടുത്തത്. ഇനി ഫുഡ് ഞങ്ങൾ ചോറ്, ബീഫും കായയും, പിന്നെ അങ്കമാലി മാങ്ങക്കറി, പിന്നെ നമ്മുടെ മുളകിട്ട് വെച്ച മീൻ കറി, പിന്നെ ക്യാബേജ് തോരൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ സർലാസ്, പിന്നെ അച്ചാറ്, പപ്പടം, പായസം, പിന്നെ വെള്ളം. ഇത്ര ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം നമ്മൾ സദ്യ ഉണ്ടാകുമ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പിന്നെ അവക്കടെ പിറന്നാളല്ലേ എന്ന് വെച്ച് ഞങ്ങൾ പിന്നെ സദ്യയിലേക്ക് തന്നെ പിന്നെ മാറ്റി. ഇത് ചൂടാണ് കേട്ടോ ഇവിടെ. അതാണ് എല്ലാവരും വീശിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഫാനുണ്ട്. ഞങ്ങൾ റൂമിലിരുന്ന് AC ഒക്കെ എടുത്ത് വെച്ചെങ്കിലും ഭയങ്കര ചൂടാണ്. കാരണം ഇത്ര ആൾക്കാർ കൊണ്ട് വന്നതും കൊണ്ടും ഭയങ്കര ചൂടായിരുന്നു മുറിക്കകത്തെല്ലാം. അപ്പോൾ അതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വേർതിരിക്കുന്നത്. എന്തായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് വന്നവരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പരിപാടിയാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവളും ഒരുപാട് ഹാപ്പി ആയിരുന്നു ആബിന്ന്. അവൾ എണിച്ചപ്പോൾ തൊട്ട് എന്താ പറയുക, അവൾ ഫുൾ ഒരു സന്തോഷമായിരുന്നു അവൾക്ക്. അവൾ എല്ലാവരുടെയും കയ്യിൽ പോയി. അവളൊന്നും കരയോ, അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടുന്നിടത്തൊക്കെ ആണെങ്കിലും അവൾക്ക് ഭയങ്കര ഒരു പേടി. അവൾ കരയാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവൾ ഫുൾ ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്തു. അവൾ എല്ലാവരുടെയും കയ്യിൽ പോയി. അങ്ങനെ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് എല്ലാം കൊണ്ടും ഇന്ന് ദിവസം ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അവരോടത്ത് ആബിനെ കളിപ്പിക്കലാണ് കേട്ടോ കാണുന്നത്. ഇത് ഡോണാണ് കേട്ടോ. അവൻ ആദ്യമൊക്കെ എന്ന് വെച്ചാണെങ്കിൽ ഇവൻ്റെ കയ്യിലൊന്നും ഇവൾ പോകത്തില്ലായിരുന്നു. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണയൊക്കെ അവൻ വന്നെടുത്തപ്പോഴൊക്കെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ്റെ കയ്യിൽ. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളെ ഡ്രസ്സ് മാറ്റിയിട്ടോ. കാരണം ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊച്ചിനെ ഉടുപ്പിട്ടിട്ട് ഭയങ്കര അസ്വസ്ഥ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു കോട്ടൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു അവളെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ കുറേ പേരൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയി. പിന്നെ നമ്മുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും രാത്രി ആയപ്പോഴേ പോയേ. അവിടെ ഫുഡ് കഴിക്കലും പാട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവിടെ കൂടി. അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു. അബിഗലിൻ്റെ 1ാം പിറന്നാൾ ആഘോഷം കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ അബിഗലിൻ്റെ 1ാം ബർത്ത്ഡേ കഴിഞ്ഞു. ഞങ്ങൾക്ക് സങ്കടം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പേരൻസ് നമ്മുടെ കൂടെ ഇല്ലാണ്ടായിപ്പോയി. ഞങ്ങൾ കാര്യവിടെ കേക്ക് മുറിച്ച സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീട്ടിലേക്കും. പക്ഷേ അന്നേരം അവിടുത്തെ രാവിലെ 3:30 ആയതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയില്ല ഫോൺ. എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവരെ ജസ്റ്റ് മിസ് ചെയ്തു. അതാണ് ഞങ്ങൾക്കൊരു സങ്കടമായിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അബിഗേൻ്റെ ബർത്ത്ഡേ വ്ലോഗായിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.